വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ഒരു ഭാഗത്ത് സൈന്യം സജ്ജമായി നിൽക്കുന്നു. അതിനിടയിൽ ഇപ്പോൾ വ്യോമസേനാ മേധാവിയുടെ കൂടിക്കാഴ്ച, ഇന്നലെ നാവികസേനാ മേധാവിയും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതാണ്. ഈ ഘട്ടത്തിൽ അത് നിർണായക കൂടിക്കാഴ്ച തന്നെയാണ്. എന്താണ് അതിൻ്റെ വിവരങ്ങൾ, അച്യുതൻ? രജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ നാവികസേനാ മേധാവി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയായിരുന്നു ആ കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ നാവിഗേഷൻ, അതായത് സമുദ്രപാതയിലടക്കം ഈ വരുന്ന വാണിജ്യ കപ്പലുകൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം, കാരണം ഈ മേഖലകളിൽ അറബിക്കടലിൽ ഇത്തരത്തിൽ നാവികസേനയുടെ അഭ്യാസങ്ങൾ തുടരുന്ന പരിശീലന അഭ്യാസങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ വാണിജ്യ കപ്പലുകൾ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഈ മാരിടൈം അധികൃതർ നൽകുകയും ചെയ്തു. എന്തായാലും ഇന്നിപ്പോൾ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് ആണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വച്ച് തന്നെയാണ് ആ കൂടിക്കാഴ്ചയും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൃത്യമായ മറുപടി നൽകാൻ എല്ലാ തരത്തിലും സജ്ജമായി സൈന്യം മുന്നോട്ട് നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തുടർ നീക്കങ്ങൾ എന്താണ് എന്നതിനെ പറ്റി തന്നെയായിരിക്കും ഈ കൂടിക്കാഴ്ചകൾ ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. പക്ഷേ അതിൻ്റെ മറ്റു വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇന്നലെ നാവികസേനാ മേധാവി നടത്തിയ കൂടിക്കാഴ്ചയുടെയും വിശദമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്നാൽ തുടർ നീക്കങ്ങളായി ചില നടപടികൾ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നുണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. എന്തായാലും നിലവിലിപ്പോൾ വ്യോമസേനാ മേധാവിയും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.